വിശദമായ വാർത്തകളിലേക്ക്. പീപ്പിൾ ബിഗ് എക്സ്ക്ലൂസീവ്. മദ്യനയത്തിലെ ഉമ്മൻചാണ്ടിയുടെ ഇരട്ടത്താപ്പ് പുറത്ത്. മദ്യവർജനമാണ് കേരളത്തിൽ പ്രായോഗികമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. മദ്യാസക്തിയുള്ള കേരളത്തിൽ മദ്യം നിരോധിച്ചാൽ വ്യാജ മദ്യം ഒഴുകുമെന്നും ഉമ്മൻചാണ്ടി. മുഖ്യമന്ത്രിയുടെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്ന വീഡിയോ ഇപ്പോൾ വൈറലാകുന്നു. ഏറ്റവും വലിയ ശത്രുവാണ്. എന്നാ പിന്നെ അത് അങ്ങ് നിരോധിച്ചുകൂടെ എന്ന് വേണേ ചോദിക്കാം. ഗവൺമെന്റിന്റെ നല്ല വരുമാനം കിട്ടുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് അത് നിരോധിക്കാൻ ഗവൺമെന്റ് മടിക്കുന്നു എന്ന് ഒക്കെയാണ്. അതല്ല, ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്ന സംസ്ഥാനം എന്ന് വരെ നമുക്ക് ആക്ഷേപം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മദ്യാസക്തി ഉള്ള ഒരു സ്ഥലത്ത് പെട്ടെന്ന് മദ്യം അങ്ങോട്ട് നിരോധിച്ചാൽ വ്യാജ മദ്യത്തിലേക്ക് പോകും. അതുകൊണ്ട് മദ്യവർജനമാണ് നമുക്ക് ആവശ്യം. മദ്യത്തെ എതിർക്കുന്നവരെല്ലാം സംഘടിതമായി പ്രചരണം നടത്തി ആളുകളെ പ്രേരിപ്പിച്ച് അതിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകേണ്ടത്. താൻ മുഖ്യമന്ത്രിയാകുമെന്ന രീതിയിൽ ചില മാധ്യമങ്ങൾ വളച്ചൊടിച്ച വാർത്ത പ്രചരിപ്പിക്കുകയാണെന്ന് വി.എസ്. അച്യുതാനന്ദൻ. ഭാവി മുഖ്യമന്ത്രി ആരെന്ന് പാർട്ടി തീരുമാനിക്കുമെന്നും പറയാത്ത വാക്കുകൾ വായിൽ തിരുകിക്കയറ്റാനുള്ള ചില മാധ്യമങ്ങളുടെ ശ്രമം തെമ്മാടിത്തരമാണെന്നും വി.എസ്. അച്യുതാനന്ദൻ പ്രതികരിച്ചു. ഇതെല്ലാം ശുദ്ധാസംബന്ധമാണ്. ഞാൻ എന്നെ വന്ന് കണ്ട മാധ്യമങ്ങളോട് പറഞ്ഞത് ഭാവി മുഖ്യമന്ത്രിയാകുന്നത് ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കും എന്നാണ്. അതിന് വിരുദ്ധമായിട്ടുള്ള നിലയിലാണല്ലോ ഇപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞത് എൻ്റെ വായിലേക്ക് തന്നെ തിരിച്ച് തള്ളിക്കൊണ്ടുള്ള മാധ്യമപ്രവർത്തകരെന്ന് പറഞ്ഞ നിങ്ങളുടെ കൂട്ടുകാർ കാണിച്ചുകൊണ്ടിരിക്കുന്ന തെമ്മാടിത്തരം, അത് തെമ്മാടിത്തരമായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. ഉമ്മൻചാണ്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് വി.എസ്. അച്യുതാനന്ദന്റെ ചുട്ട മറുപടി. ചാരക്കേസിൽ കരുണാകരനെ പുകച്ച് പുറത്തു ചാടിച്ച നീക്കങ്ങൾ പൂർണ്ണമായും മറന്നുപോയ മട്ടിലാണ് ഉമ്മൻചാണ്ടി ഇപ്പോൾ സംസാരിക്കുന്നതെന്ന് വി.എസ്. അച്യുതാനന്ദൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ലാവ്ലിൻ കേസിൽ വിചാരണ കോടതിയുടെ വിധിക്കെതിരെ മറ്റൊരു മേൽക്കോടതി വിധി വരുന്നതുവരെ തൻ്റെ നിലപാടിൽ മാറ്റമില്ലെന്നും വി.എസ്. അച്യുതാനന്ദൻ ചൂണ്ടിക്കാട്ടി. പാർട്ടിയുടെയും മുന്നണിയുടെയും സീനിയർ നേതാവായ പിണറായി വിജയനെതിരെ പ്രസംഗിച്ച് ധർമ്മടത്ത് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ഉമ്മൻചാണ്ടി വേറെ ആളെ നോക്കണമെന്നും വി.എസ്. അച്യുതാനന്ദൻ പരിഹസിക്കുന്നു. ടി.പി. ചന്ദ്രശേഖരൻ വധം അങ്ങേയറ്റം അപലപനീയമാണെങ്കിലും RMPയെ ഉപയോഗിച്ച് UDF നടത്തുന്ന രാഷ്ട്രീയ കച്ചവടത്തിന് കൂട്ടുനിൽക്കാൻ തന്നെ കിട്ടില്ലെന്നും വി.എസ്. അച്യുതാനന്ദൻ പറഞ്ഞു. ആർ ബാലകൃഷ്ണപിള്ളയുടെ പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അംഗമല്ലെന്നും ആ നില തുടരുകയും ചെയ്യുമെന്നും വി.എസ്. അച്യുതാനന്ദൻ വ്യക്തമാക്കുന്നു ഫേസ്ബുക്കിൽ. കോന്നി പെൺകുട്ടികളുടെ ദുരൂഹ മരണത്തെക്കുറിച്ച് അന്വേഷണം പോലീസ് അവസാനിപ്പിക്കുന്നു. +2 പരീക്ഷയിൽ തോൽക്കുമെന്ന ഭയത്താൽ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന അന്തിമ അന്വേഷണ റിപ്പോർട്ട് ഉടൻ കോടതിയിൽ സമർപ്പിക്കും. അതേസമയം CBI കേസ് അന്വേഷിച്ചാൽ മാത്രമേ സത്യം പുറത്തുവരൂ എന്ന പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കുട്ടികളുടെ ബന്ധുക്കൾ. കോന്നി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളായിരുന്ന ആതിരയും ആര്യയും രാജിയും ട്രെയിനിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത് 9 മാസം പിന്നിടുന്ന ഘട്ടത്തിലാണ് ഇവരുടെ ദുരൂഹ മരണത്തിന് പിന്നിൽ ബാഹ്യശക്തികളുടെ ഇടപെടലില്ലെന്ന് പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. +2 പരീക്ഷയിൽ തോൽക്കുമെന്ന ഭയത്താൽ ഇവർ വീട് വിട്ടിറങ്ങുകയും ആത്മഹത്യ ചെയ്തുവെന്നുമാണ് റിപ്പോർട്ട്. ആത്മഹത്യാ സൂചന നൽകുന്ന വാട്സപ്പ്, ഫേസ്ബുക്ക് സന്ദേശങ്ങളും ഇതിന് തെളിവായി പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. CBI അന്വേഷണം ആവശ്യപ്പെട്ട പെൺകുട്ടികളുടെ ബന്ധുക്കൾ സമർപ്പിച്ച ഹർജി പരിഗണിച്ച കോടതി കേസിന്റെ അന്തിമ അന്വേഷണ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം CBI കേസ് ഏറ്റെടുത്താൽ മാത്രമേ യഥാർത്ഥ മരണകാരണം പുറത്തുവരുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പെൺകുട്ടികളുടെ ബന്ധുക്കൾ. നമുക്ക് പോലീസ് അന്വേഷണം, അതായത് കോടതിയിൽ നിന്ന് കിട്ടിയ പേപ്പറുകൾ അനുസരിച്ച് പോലീസ് അന്വേഷണം കുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലുള്ളതാണ്. അത് നമുക്കത്ര സ്വീകാര്യമല്ല. നമുക്ക് CBI അന്വേഷണം അല്ലെങ്കിൽ അതിൻ്റെ മേളിലോട്ടുള്ള ഏതെങ്കിലും കോടതി സമീപിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാനാണ് നമ്മുടെ പ്ലാൻ. അന്വേഷണ റിപ്പോർട്ട് ആത്മഹത്യയാണെന്ന് കാണിച്ച് പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോഴും ചില ചോദ്യങ്ങൾ ഉത്തരം കിട്ടാതെ അലയുന്നുണ്ട്. പരീക്ഷയിൽ തോൽക്കുമെന്ന ഭയത്താൽ ആത്മഹത്യ ചെയ്തെന്ന് പോലീസ് പറയുന്ന പെൺകുട്ടികൾ വീട് വിട്ടിറങ്ങി 3 ദിവസം എന്തിന് കാത്തിരുന്നു എന്നത് ഒന്നാമത്തെ ചോദ്യമാണ്. എന്തിനാണ് 2 തവണ ഇവർ ബാംഗ്ലൂരിൽ പോയത് എന്ന് രണ്ടാമത്തെ ചോദ്യം. ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങളാണ് ഇവിടെ ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ,
പത്തനംതിട്ട. UDF സർക്കാർ 5 വർഷക്കാലവും കർഷകരെ വഞ്ചിക്കുകയായിരുന്നുവെന്ന് പിണറായി വിജയൻ. റബ്ബർ സംഭരണത്തിൽ വലിയ വീഴ്ച സംഭവിച്ചുവെന്നും പിണറായി പറഞ്ഞു. അടൂരിലെ LDF സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാറിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ. 2011 UDFനെ അധികാരത്തിലേറ്റാൻ വേണ്ടി ശ്രമിച്ച, അതിനുവേണ്ടി പ്രവർത്തിച്ച കർഷകരുണ്ടാവുമല്ലോ നമ്മുടെ നാട്ടിൽ. അവരോട് ആരെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കി, എന്താ നിങ്ങൾ അനുഭവിച്ചത്, എങ്ങനെയാണ് UDFനെ കാണുന്നത്? അവർ രോഷം കൊണ്ടങ്ങനെ പൊട്ടിത്തെറിക്കും. പലരും പരസ്യമായി പറയും ഞങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തത്. ഇതുപോലെ ഒരു അക്കിടി പറ്റാനുണ്ടോ? നല്ല രീതിയിൽ കാർഷിക വൃത്തിയിൽ ജീവിച്ചു പോകുന്നവരല്ലേ കർഷകർ. അവരുടെ ജീവിതമല്ലേ തകർത്ത് കളഞ്ഞു. വാർത്തകളിലേക്ക്. കോഴിക്കോട് DCC പ്രസിഡന്റ് KC അബുവിനെതിരെ വിദ്വേഷ പ്രസംഗം നടത്തിയതിന്റെ പേരിൽ നല്ലളം പോലീസ് കേസെടുത്തു. ഇന്ത്യൻ ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 125 അനുസരിച്ച് മതസാമുദായിക സ്പർദ്ധയും വർഗീയ ധ്രുവീകരണവും സൃഷ്ടിക്കുന്ന പ്രസംഗം നടത്തിയെന്നാണ് കേസ്. ബേപ്പൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി ആദം മുൽസിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന് കാണിച്ച് BJP സ്ഥാനാർത്ഥി നൽകിയ പരാതിയിലാണ് നല്ലളം SI റിയാസ് ചാഗിരി കേസ് രജിസ്റ്റർ ചെയ്തത്. വിവാദ സന്യാസി സന്തോഷ് മാധവന് ഭൂമി അനുവദിച്ചതിന് പിന്നിൽ വ്യവസായ വകുപ്പാണെന്ന് വ്യക്തമാക്കുന്ന മന്ത്രിസഭാ കുറിപ്പുകൾ പുറത്ത്. 127 ഏക്കർ ഭൂമിക്ക് ഭൂപരിധി ഇളവ് നൽകണമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രിസഭാ യോഗത്തിൽ ആവശ്യപ്പെട്ടു. പിന്നീട് തീരുമാനം വിവാദമായപ്പോൾ പിൻവലിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപ് ഫെബ്രുവരി 25 ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ വ്യവസായ വകുപ്പ് വച്ച കുറിപ്പാണ് പുറത്തു വന്നത്. സന്തോഷ് മാധവൻ ഇടനിലക്കാരനായ കൃഷി പ്രോപ്പർട്ടീസ് ഡെവലപ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിന് ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് നൽകണമെന്നാണ് കുറിപ്പിലെ ആവശ്യം. സ്വകാര്യ മേഖലയിൽ IT പാർക്ക് സ്ഥാപിക്കാൻ ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് അനുവദിക്കണമെന്ന വ്യവസായ വകുപ്പിന്റെ ആവശ്യം മന്ത്രിസഭ അതേപടി അംഗീകരിക്കുകയായിരുന്നു. വൈക്കത്തെ സമൃദ്ധി പ്രൊജക്ടിന് IT പാർക്ക് സ്ഥാപിക്കാൻ ഭൂപരിധി ഇളവ് നൽകിയിട്ടുണ്ട്. സമാനമായ രീതിയിൽ കൃഷി പ്രോപ്പർട്ടീസ് പ്രൈവറ്റ് ലിമിറ്റഡിന് ഇളവ് അനുവദിക്കണമെന്നും വ്യവസായ വകുപ്പിന്റെ കുറിപ്പിൽ പറയുന്നു. ആവശ്യം മന്ത്രിസഭ അംഗീകരിച്ചതോടെ എറണാകുളം ജില്ലയിലെ പുത്തൻവേലിക്കരയിൽ 95.44 ഏക്കറും കൊടുങ്ങല്ലൂരിൽ 32.41 ഏക്കറും അനുവദിച്ച് മാർച്ച് 2 സർക്കാർ ഉത്തരവിറങ്ങി. 127 ഏക്കർ നെൽവയൽ നികത്തുന്നതിന് സന്തോഷ് മാധവന് നൽകിയ അനുമതി വിവാദമായതോടെ ഉത്തരവ് പിൻവലിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ജനങ്ങളിലെത്തിക്കാനായി വോട്ട് വണ്ടി പ്രയാണം തുടങ്ങി. തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ വാഹന പ്രചരണ യാത്ര നടത്തുന്നത്. വോട്ടിന്റെ കൃത്യത ഉറപ്പാക്കുന്ന VVPAT എന്ന പുതിയ സംവിധാനവും പരിചയപ്പെടുത്തുന്നു. വോട്ടർമാരെ ബോധവൽക്കരിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വോട്ട് വണ്ടി പ്രയാണം തുടങ്ങിയത്. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ട രീതിയോടൊപ്പം ജനാധിപത്യ അവകാശങ്ങളെപ്പറ്റിയും ബോധവൽക്കരിക്കുന്ന ചിത്രപ്രദർശനമാണ് വോട്ട് വണ്ടിയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ വോട്ട് ചെയ്യുന്നതിനായുള്ള പരിശീലന സൗകര്യവും വോട്ട് വണ്ടിയിലുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ പുതുതായി നടപ്പാക്കുന്ന VVPAT സംവിധാനത്തെ പരിചയപ്പെടാനും വോട്ട് വണ്ടി അവസരമൊരുക്കുന്നു. VVPATലൂടെ തങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് വോട്ടർക്ക് സ്വയം വ്യക്തത വരുത്താം. വോട്ട് രേഖപ്പെടുത്തപ്പെട്ട ചിഹ്നമടങ്ങുന്ന സ്ലിപ്പ് 8 സെക്കൻഡ് നേരത്തേക്ക് വോട്ടർക്ക് കാണാനാകും. നേമം, വട്ടിയൂർക്കാവ്, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃക്കാക്കര, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് നോർത്ത്, കണ്ണൂർ എന്നീ 12 മണ്ഡലങ്ങളിലാണ് ഇത്തവണ VVPAT സംവിധാനമുണ്ടാവുക. തിരുവനന്തപുരത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ EK മാജി വോട്ട് വണ്ടി ഫ്ലാഗ് ഓഫ് ചെയ്തു. Increase the voting percentage by sensitizing the voters of Kerala and trying to reach out to each and every voter. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പും സംയുക്തമായാണ് വോട്ട് വണ്ടി സജ്ജീകരിച്ചത്. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് മേഖലകൾ കേന്ദ്രീകരിച്ച് 3 വോട്ട് വണ്ടികൾ എല്ലാ ജില്ലകളിലും പര്യടനം നടത്തും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ ആത്മാർത്ഥ സുഹൃത്തിന്റെ വിജയം ഉറപ്പാക്കാനായി മണ്ഡലത്തിൽ വോട്ടഭ്യർത്ഥിച്ച് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയായ ഭാഗ്യലക്ഷ്മി. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി TN സീമയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ് ഭാഗ്യലക്ഷ്മി എത്തിയത്. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി TN സീമയ്ക്ക് നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും നൽകുക, വിജയിപ്പിക്കുക. ഈ അഭ്യർത്ഥന നടത്തുന്നത് മറ്റാരുമല്ല, ഡബ്ബിംഗ് ആർട്ടിസ്റ്റും ടെലിവിഷൻ അവതാരകയുമായ ഭാഗ്യലക്ഷ്മി. ഇങ്ങനെ വോട്ടഭ്യർത്ഥന നടത്തുന്നതാകട്ടെ തന്റെ പ്രിയ സുഹൃത്തിനു വേണ്ടിയും. വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളുള്ള
താൻ ആദ്യമായാണ് രാഷ്ട്രീയ പ്രചരണത്തിന് ഇറങ്ങുന്നതെന്നും അത് പ്രിയ സുഹൃത്ത് TN സീമയ്ക്ക് വേണ്ടിയായതിനാൽ ഏറെ സന്തോഷമുണ്ടെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. രാഷ്ട്രീയ പ്രവർത്തനം സാധാരണഗതിയിൽ എനിക്ക് ഇല്ലായിരുന്നു. പക്ഷേ വ്യക്തമായ നിലപാടുകളുണ്ട്, ഏത് പാർട്ടിയെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന്. ആദ്യമായിട്ട് ഇറങ്ങുന്നത് തന്നെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ TN സീമയ്ക്ക് വേണ്ടി. അത് സുഹൃത്ത് എന്നതിലുപരി നല്ലൊരു രാഷ്ട്രീയ നേതാവായിരിക്കും. തീർച്ചയായിട്ടും യാതൊരുവിധ അഴിമതി ആരോപണങ്ങളൊന്നും ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവർ ഒരു സ്ഥാനത്തേക്ക് വരിക എന്നുള്ളത് നമ്മളെപ്പോലുള്ള ജനങ്ങളുടെയും പ്രത്യേകിച്ച് സ്ത്രീകളുടെയൊക്കെ ഒരു ആവശ്യമാണ്. പ്രചരണത്തിൽ ഭാഗ്യലക്ഷ്മി എത്തിയതിലുള്ള സന്തോഷം LDF സ്ഥാനാർത്ഥി TN സീമയും പങ്കുവച്ചു. ഞങ്ങൾ ഏതാണ്ട് എല്ലാ പ്രദേശത്തും കഴിയുന്നത്ര സ്ഥലങ്ങളിൽ വീടുകളടക്കം സന്ദർശിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സുഹൃത്ത് ഭാഗ്യലക്ഷ്മി ഈ പ്രചരണത്തിൽ പങ്കാളിയാകാൻ വരാം, വലിയ തിരക്കുള്ള ഇതിനിടയിലും വരാമെന്ന് പറഞ്ഞത് വളരെ സന്തോഷം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ സുഹൃത്തുക്കളുടെയും അഭ്യുതകാംക്ഷികളുടെയും ഒക്കെ തന്നെ വലിയ പിന്തുണ കിട്ടുന്നുണ്ട്. അത്തരത്തിൽ കഴിയുന്നത്രയും ഇടങ്ങളിൽ തന്റെ സുഹൃത്തിനു വേണ്ടി വോട്ടഭ്യർത്ഥന നടത്തിയാകും ഭാഗ്യലക്ഷ്മി മടങ്ങുക. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൈരളി TV USA-യും ന്യൂയോർക്കിലെ കേരള സെൻറ്ററും സംയുക്തമായി കേരള ഇലക്ഷൻ 2016 ഡിബേറ്റ് ന്യൂയോർക്കിൽ നടന്നു. കൈരളി USA പ്രതിനിധി ജോസ് കടാപ്പുറം ആങ്കറായ ഡിബേറ്റിൽ ഇടതു വലതു അനുഭാവികളും BJP പ്രതിനിധികളും പങ്കെടുത്തു. മന്ത്രിസഭയ്ക്കെതിരെ 131 കേസുകളുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ 31 എണ്ണം. ആരോപണമില്ലാത്ത ആരുമില്ലെന്ന് കുടിവെള്ളത്തിന് ജനം നെട്ടോട്ടമോടുമ്പോൾ പാടങ്ങളും തണ്ണീർത്തടങ്ങളും കാശ് വാങ്ങി പതിച്ചു കൊടുക്കുകയും വീടുകൾ മദ്യശാലയാക്കുകയും ചെയ്ത ഗവൺമെന്റിനെ ജനം തൂത്തെറിയുമെന്നും ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്നവർ പറഞ്ഞപ്പോൾ മുമ്പെങ്ങുമില്ലാത്ത വികസനത്തിന്റെ പാത തെളിയിച്ച ഗവൺമെന്റാണിതെന്നും ഭരണ തുടർച്ച നൽകി പദ്ധതികൾ പൂർത്തീകരിക്കാൻ കേരള ജനത വോട്ട് ചെയ്യണമെന്നും UDF അനുകൂലികളും അവകാശപ്പെട്ടു. ആ വ്യഗ്രതയിൽ പാർട്ടി പ്രതിദാനം ചെയ്യുന്ന ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുവാൻ സമയം കിട്ടാതെ പോകുന്നു. ആ സാഹചര്യത്തിലാണ് ഫ്രാൻസിസ് ജോർജ്, അദ്ദേഹം ഇടുക്കിയുടെ പുത്രനാണ്. PC ജോസഫ്, അദ്ദേഹം ഇടുക്കിയുടെ പുത്രനാണ്. അവർക്ക് മാറി നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ മുന്നണി വിടേണ്ടി വന്നു. ഭരണത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഭൂമികൾ എഴുതി കൊടുക്കുന്നു. ആർക്ക്? സന്തോഷ് മാധവന് പോലും ഭൂമി എഴുതി കൊടുത്തിട്ട് അതിൽ നിന്ന് കമ്മീഷൻ വാങ്ങാൻ ശ്രമിക്കുന്നു. വെള്ളാപ്പള്ളി നടേശനെതിരെ മൈക്രോ ഫിനാൻസ് കേസിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാതെ വിജിലൻസിൻ്റെ ഒളിച്ചുകളി തുടരുന്നു. അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ 2 മാസം വേണമെന്ന് വിജിലൻസ് കോടതിയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ വിജിലൻസിൻ്റെ ആവശ്യത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ അഭിഭാഷകൻ ശക്തമായി എതിർത്തു. 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് വിജിലൻസിന് കോടതി നിർദ്ദേശം നൽകി. 15 സാക്ഷികളെയും 50 രേഖകളും പരിശോധിക്കാനുള്ളതിനാലാണ് റിപ്പോർട്ട് സമർപ്പിക്കാൻ കാലതാമസമെന്ന് വിജിലൻസ് കോടതിയിൽ അറിയിച്ചു. വെള്ളാപ്പള്ളി നടേശനെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് വിജിലൻസ് തന്നെ 4 മാസങ്ങൾക്ക് മുമ്പ് കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം അന്വേഷണം മന്ദഗതിയിലായതിന് പിന്നിൽ ദുരൂഹതയുണ്ട്. കേസ് തിരഞ്ഞെടുപ്പിന് ശേഷം പരിഗണിക്കാനായി കോടതി മാറ്റി. ഡോക്ടർ തോമസ് ഐസക് MLA-യുടെ ഫേസ്ബുക്ക് ഡയറി എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം നടൻ മമ്മൂട്ടി നിർവഹിക്കും. വൈകിട്ട് 4-ന് ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ നടക്കുന്ന പ്രകാശന കർമ്മത്തിൽ പ്രൊഫസർ MK സാനു മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തും. തൻ്റെ ഫേസ്ബുക്ക് പേജിലെ പ്രധാന പോസ്റ്റുകൾ ചേർത്താണ് ഫേസ്ബുക്ക് ഡയറി. തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടെ ദൈനംദിനം കണ്ട കാഴ്ചകളും അനുഭവങ്ങളുമാണ് ഡോക്ടർ തോമസ് ഐസക് തൻ്റെ ഫേസ്ബുക്ക് ഡയറിയിലൂടെ പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഫേസ്ബുക്കിൽ എഴുതിയ 5000-ഓളം കുറിപ്പുകളിൽ നിന്നും വിവിധ മേഖലകളെ ഉൾപ്പെടുത്തി തിരഞ്ഞെടുക്കപ്പെട്ട 120 എണ്ണമാണ് പുസ്തകത്തിലുള്ളത്. പുസ്തകത്തിൻ്റെ പ്രകാശനം വൈകിട്ട് 4 മണിക്ക് മണ്ണഞ്ചേരിയിൽ പ്രശസ്ത ചലച്ചിത്രതാരം ഭരത് മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്യും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ വോട്ടർമാരിൽ ഒരു 20% വരുന്ന യുവജനങ്ങൾ നവമാധ്യമം വായിക്കുന്നുള്ളൂ. അവർ TV കാണുന്നില്ല, പത്രം ഒട്ടും വായിക്കുന്നില്ല. അപ്പോൾ അവരിലേക്ക് എങ്ങനെ എത്തിപ്പെടാം? ഒരു സംശയം വേണ്ട, നമ്മൾ നവമാധ്യമങ്ങളിലൂടെ ഇടപെട്ടേ തീരൂ. ഒരു ഡയറി വായിക്കുന്നത് പോലെ ആസ്വാദ്യകരമായാണ് പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. QR കോഡ് രേഖപ്പെടുത്തി പുറത്തിറങ്ങുന്ന മലയാളത്തിലെ ആദ്യ പുസ്തകമാണിത്. സ്മാർട്ട് ഫോണിൽ ഈ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഫേസ്ബുക്ക് പോസ്റ്റും ചിത്രങ്ങളും ലഭ്യമാകും. മണ്ണഞ്ചേരിയിൽ നടക്കുന്ന ചടങ്ങിൽ പ്രൊഫസർ MK സാനു മുഖ്യപ്രഭാഷണം നടത്തും. DC ബുക്സ് MD രവി പുസ്തകം പരിചയപ്പെടുത്തും. നിരവധി പ്രമുഖർ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.
കഴിഞ്ഞ 2 വർഷമായി മത്സ്യകൃഷി രംഗത്ത് സജീവമാണ് പത്തനംതിട്ട ജില്ലയിലെ കുമ്പഴ സ്വദേശി സാബു. നല്ല ആദായം ലഭിക്കുന്ന കൃഷി എന്നത് മാത്രമല്ല, മീനുകളോടുള്ള താല്പര്യം കൂടിയാണ് സാബുവിനെ മത്സ്യകൃഷിയിലേക്ക് നയിച്ചത്. വിവിധ കൃഷിരീതികൾ പരീക്ഷിച്ച ശേഷമാണ് സാബു മത്സ്യകൃഷി രംഗത്തേക്ക് കടന്നു വരുന്നത്. വിവിധ സ്ഥലങ്ങളിൽ ചെന്ന് കൃഷിരീതി പഠിച്ചാണ് ഇതിലേക്ക് വന്നതും. കുമ്പഴക്കടുത്തുള്ള പാറമട വാടകയ്ക്കെടുത്താണ് മത്സ്യകൃഷി നടത്തുന്നത്. പഞ്ചായത്ത് നൽകിയ 6000-ഓളം മത്സ്യക്കുഞ്ഞുങ്ങളെയും സ്വന്തമായി വാങ്ങിയ മത്സ്യക്കുഞ്ഞുങ്ങളെയും ഉപയോഗിച്ചായിരുന്നു കൃഷിയുടെ തുടക്കം. നല്ല ആദായം ഇതുവഴി ലഭിക്കുന്നുണ്ടെന്നാണ് സാബു പറയുന്നത്. ഈ സിലോപ്പിയൊക്കെ 3 കിലോ വരെ ഒരു വർഷം കൊണ്ടാകുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 8 മാസമൊക്കെ ആയിട്ടുണ്ട്. ഇനി ഒരു 8 മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് വിളവെടുക്കാമെന്ന്. അപ്പോൾ ഇത് കുളം മൊത്തം പറ്റിച്ചാൽ നമ്മൾ മീനെ പിടിക്കുന്നത്. കുഞ്ഞുങ്ങളെ മാറ്റിയിടുക, പിന്നെ പ്രായമായ വലുതായ മീനെ നമ്മൾ വിൽക്കുകയാണ്. പച്ചക്കറി മാലിന്യവും തണ്ണിമത്തനും മറ്റുമാണ് പ്രധാന ആഹാരങ്ങൾ. 1 വർഷം എത്തുമ്പോഴാണ് വിളവെടുക്കുക. ചെറു കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തി വലിയ മോട്ടോർ ഉപയോഗിച്ച് പാറമടയിലെ വെള്ളം വറ്റിച്ച ശേഷമാണ് വിളവെടുപ്പ്. ചില മത്സ്യങ്ങൾ അപ്പോഴേക്കും 1-2 കിലോയോളം വലുപ്പം വെക്കും. മറ്റ് കൃഷിരീതികൾ പിന്തുടരുന്നതിനേക്കാളും കൂടുതൽ ശ്രദ്ധ മത്സ്യകൃഷിക്ക് നൽകണമെന്നാണ് സാബു പറയുന്നതും. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.